അടുത്ത കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാം തരും. ആ പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തരും. ഓക്കെ, ആ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് ഓഡ് നമ്പേഴ്സിനെ മാത്രം പിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ സം കണ്ടുപിടിക്കണം, ഈവൻ നമ്പേഴ്സിനെ മാത്രം പിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ സം കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് യൂസർ റാൻഡമായിട്ട് ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തരും. സേ ഞാനിപ്പോൾ 10, 5, 2, 3, 6 പിന്നെന്താ 1 ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ റാൻഡമായിട്ടുള്ള നമ്പേഴ്സാണേ. അപ്പോൾ ആ നമ്പേഴ്സിനകത്തുനിന്ന് നമ്പർ ഓടാണെങ്കിൽ അത് ഓഡ് സം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഓഡ് സമ്മിന് OS അല്ലെങ്കിൽ O സം എന്ന് വിളിക്കുവാണ്, ഓഡ് സം. ഇതിനടുത്ത് ഈവൻ സമ്മിനെ ഞാൻ ഈ സം എന്ന് വിളിക്കുക, ചുമ്മാ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓഡ് സമ്മിൽ ആരൊക്കെ വരും? ഓഡ് നമ്പേഴ്സിൻ്റെ എല്ലാം സം വരും. അപ്പോൾ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വരും, 3 വരും, 1 വരും. ഓക്കെ, സോ ഇത് സമ്മേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. അതേപോലെ ഈവൻ സമ്മിൽ ആര് വരും? ഈവൻ നമ്പേഴ്സ് എല്ലാം വരും. ഈവൻ നമ്പേഴ്സ് ആരൊക്കെയാണ്? 10 വരണം, 2 വരണം, 6 വരണം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും. ഇതേപോലെ നമ്പറിനെ ആദ്യം യൂസർ ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, ഒരു നമ്പറാണോ 2 നമ്പറാണോ, ഒരുപാട് നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം ഈ ഇൻപുട്ട് ചെയ്യുന്ന പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം, നം എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടാണോ ഇവനാണോ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു നമ്പർ ഓടാണോ ഇവനാണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മോഡുലസ് 2 ചെയ്താൽ പോരെ. മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ? ദ ഗിവൺ നമ്പർ ഈസ് ഈവൻ നമ്പർ. അത് അല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഗിവൺ നമ്പർ ഇസ് ആൻ ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമ്മേഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് ഈ നമ്പേഴ്സിനെ ആഡ് ചെയ്യാം. എന്നിട്ട് ഓഡ് സമ്മിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരെന്താ? O സം എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ചുമ്മാ വിളിച്ചാണേ. അങ്ങനെയാണെങ്കിൽ സമ്മേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? ഓൾറെഡി ഉള്ള ഓഡ് സമ്മിനകത്ത് ഉള്ള വാല്യൂ പ്ലസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ഓഡ് നമ്പർ അല്ലേ? ഇനിയിപ്പോൾ അത് ഈവൻ സം ആണെങ്കിൽ നമ്മുടെ ഗിവൺ നമ്പർ എന്തായിരിക്കും? നമുക്ക് ഈവൻ സം എന്നുള്ളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഈ സം ഇസ് ഈക്വൽ ടു ഈവൻ സം പ്ലസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ നമ്പർ വാല്യൂ. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ലൂപ്പിൽ വർക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാല്യൂസിനെ റിസീവ് ചെയ്യുന്ന പ്രോസസ്സും അതേപോലെ തന്നെ ഈ സം കണ്ടുപിടിക്കുന്ന പ്രോസസ്സും നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമുക്കൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങളിവിടെ എന്നിനെ കണ്ടൊന്നുമില്ല, പക്ഷേ ഒരു ക്ലൂ ഉണ്ട്, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സാണ്. അപ്പോൾ ആ ലിസ്റ്റ് യൂസർ തരുന്ന ലിസ്റ്റാണ്. അത് എത്ര നമ്പേഴ്സ്, ഇപ്പോൾ 1 മുതലാണോ 2 മുതലാണോ അങ്ങനെ ഒരു റേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതൊരു റാൻഡം നമ്പറാണ്. ആ റാൻഡം നമ്പറിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ നമ്പറിൽ എത്ര നമ്പേഴ്സ്, ആ കൗണ്ട് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം ആണല്ലോ. സോ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം യൂസറിൻ്റെ നിന്ന് വാങ്ങിക്കുന്നത് എന്താണ്? ഇൻറ്റ് ഓഫ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? യൂസറിൻ്റെ അടുത്ത് പറയുവാണ് ഇൻപുട്ടിൽ എൻ്റർ ദ കൗണ്ട് അല്ലെങ്കിൽ എൻ്റർ ദ ലിസ്റ്റ് ലിമിറ്റ് അല്ലെങ്കിൽ എൻ്റർ ദ ലിമിറ്റ്. ഇപ്പോൾ എൻ്റർ ദ കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. എൻ്റർ ദ കൗണ്ട് അല്ലെങ്കിൽ എൻ്റർ ദ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സിനോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. ഒരുപാട് എഴുതി കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നില്ല. എൻ്റർ ദ കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. എൻ്റർ ദ കൗണ്ട് എന്നോ അല്ലെങ്കിൽ എൻ്റർ ദ ലിമിറ്റ് എന്നോ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ എൻ്റർ ദ കൗണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ത് കാണും? നമുക്ക് എത്ര നമ്പേഴ്സ് ആണോ നമുക്ക് ഇവിടെ ലിസ്റ്റിലേക്ക് വരുന്നത് അതിൻ്റെ കൗണ്ട് നമുക്ക് കിട്ടും. സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? N എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ 1, 2, 3, 4, 5, 6 6 നമ്പേഴ്സിനെയാണ് ഇവിടെ യൂസർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ Nൻ്റെ വാല്യൂ എന്തായിരിക്കും? 6 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്താണ് റിസീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാക്റ്റ് ലിമിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് എത്രയാണ് അല്ലെങ്കിൽ കൗണ്ട് എത്രയാണ്? 6 ആണ്. അതുകൊണ്ട് നമുക്ക് എത്ര നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും? 6 നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ യൂസറിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കിക്കേ, ഇവിടെ നമുക്ക് 6 നമ്പേഴ്സ് വരും എന്ന് പറഞ്ഞു. ആ 6 നമ്പറിനെ നമ്മൾ എന്താ ഒറ്റ തവണയായിട്ടാണ് റിസീവ് ചെയ്യുന്നത്? പല തവണയായിട്ട് നമുക്ക് 6 നമ്പേഴ്സ് റിസീവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 തവണ നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സോ നമ്മൾ എന്ത് ചെയ്തു? ലൂപ്പിന് വേണ്ടി നമ്മളൊരു വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പേരെന്താണ്? I എന്ന് വിളിച്ചു. ഫോർ I ഇൻ റേഞ്ച് നമുക്ക് എവിടം വരെ പോകണം? N വരെ പോകണം. ദാറ്റ് ഇസ് നമുക്ക് ഒരു കൗണ്ടിങ് പ്രോസസ്സ് മാത്രമാണ് ആര് ചെയ്യുന്നത്? ഈ ഒരു ലൂപ്പ് ചെയ്യുന്നത്. ഈ ലൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ I ഇൻ റേഞ്ച് N കൊടുത്തു. എന്നിട്ട് നമുക്കിനി എന്താ ചെയ്യാനുള്ളത്? ഇതിനകത്തേക്ക് നമുക്ക് ഓരോ തവണ നമ്മുടെ നമ്പറിനെ നമുക്ക് സെറ്റ് ചെയ്യണം അല്ലേ? ഇനി അപ്പോൾ യൂസറിൻ്റെ അടുത്ത് പറയാം, ഇൻപുട്ട് ചെയ്യാൻ പറയാം. ഇൻപുട്ടിൽ എൻ്റർ ദ നമ്പർ അല്ലേ? നമ്പർ എൻ്റർ ചെയ്ത് തരാൻ പറയാം. എൻ്റർ ദ നമ്പർ. അപ്പോൾ എന്ത് ചെയ്യും? യൂസർ നമ്പർ എൻ്റർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്കതൊരു നമ്പറാണ്. സോ വി വോണ്ട് ടു കൺവേർട്ട് ഇറ്റ് ടു ആൻ ഇൻറ്റീജർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇവിടെ നമ്മൾ വിളിച്ച പേരെന്താണ്? നം എന്ന് വിളിച്ചു. ഓക്കെ, സോ നം ഇസ് ദ വേരിയബിൾ വിച്ച് ഇസ് ഗോയിങ് ടു ബി used for storing the different values or the list of values
പ്രൊവൈഡഡ് ബൈ ദ യൂസർ. ഓക്കെ, സോ നമ്മിനകത്ത് ഓരോ വാല്യൂസും വരും. ഇനി നമ്മളെന്താ ചുമ്മാ എടുത്ത് നമ്മൾക്ക് നമ്മിനെ എടുത്ത് സമ്മിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വി വോണ്ട് ടു വെരിഫൈ വാട്ട് വെദർ ദ ഗിവൺ നമ്പർ ഇസ് ഓഡ് ഓർ ഇവൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണ്? ഇഫ് കൺസ്ട്രക്റ്റ് യൂസ് ചെയ്യാം. ഇഫ് നം മോഡ് ടു എന്താണെന്ന് ചെക്ക് ചെയ്യണം. ഈക്വൽ ടു 0 ആണെങ്കിൽ, അല്ലേ? നമ്മോട് ടു ഈക്വൽ ടു 0 ആണെങ്കിൽ. ഇവിടെ നമുക്ക് പാരാന്തസിസിൻ്റെ ആവശ്യമില്ല. നമ്മൾ സീൽ ചെയ്യുമ്പോഴാണ് കൂടുതലും അങ്ങനെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അല്ലാണ്ട് തന്നെ ചെയ്ത് പഠിച്ചു കേട്ടോ. ഇഫ് നമ്മോട് ടു ഈക്വൽസ് 0 ആണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ? ഗിവൺ നമ്പർ എന്താണ്? ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഈവൻ നമ്പറിനെ നമ്മൾ ഈവൻ സമ്മിലേക്ക് ആഡ് ചെയ്യണം. സോ ഈ സം എന്നാണ് നമ്മൾ ഈ ഈവൻ സമ്മിനെ യൂസ് ചെയ്തേക്കുന്ന വേരിയബിൾ. സോ ഈ സം ഇസ് ഈക്വൽ ടു ഓൾറെഡി ഉള്ള സമ്മിൻ്റെ കൂട്ടത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്പറിനെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി അല്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? എൽസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഓഡ് സം. ഓഡ് സം ഇസ് ഈക്വൽ ടു എന്താണ്? ഒ എസ് എം. ഇഷ്ടമുള്ള പേര് വിളിക്കാമേ. ഓഡ് സം പ്ലസ് നം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെയാണ്? എത്ര തവണയാണോ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത് അതുവരെ. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത്. അപ്പോൾ ആദ്യമേ എന്നിലേക്ക് ഞാൻ കൊടുത്തു. ഇപ്പോൾ ഒരു 4 നമ്പേഴ്സ് കൊടുക്കുകയെന്ന് വിചാരിച്ചു. എന്നിലേക്ക് ഇൻപുട്ട് ദ കൗണ്ട് ഓഫ് എൻ. അപ്പോൾ എന്നിലേക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ 4 ആണ്. സോ നമ്മൾ 4 നമ്പേഴ്സാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് എൻ എന്ന് പറയുമ്പോഴേക്കും ഐ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്താണ്? ഐയിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് 0, 1, 2, 3 വരെയുള്ള വാല്യൂസാണ്. ഓക്കെ, എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഐയിലേക്ക് വാല്യൂ സെറ്റ് ആവുന്നത് എന്താണ്? 0 ആണ്. സോ 0 കൊണ്ട് നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറും. അവിടെ നമ്മൾ എന്താണ്? ഇൻപുട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് നമ്പർ കൊടുക്കാൻ പറഞ്ഞു. നമ്മിലേക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിനെ ഞാൻ എന്ത് ചെയ്യും? ആദ്യമേ ലൂപ്പിനകത്ത് ഞാൻ ആരെ കണ്ടു? ഇഫിനെ കണ്ടു. ആ ഇഫിനകത്തേക്ക് ഞാൻ പോകും. അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? 10 മോഡ് 2 ഈക്വൽസ് ടു 0 ആണെന്ന് ചെക്ക് ചെയ്യും. 10 മോഡ് 2 ഈക്വൽ ടു 0 ആണോ? ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ സമ്മിലേക്ക് നമ്മളൊരു വാല്യൂ ഇൻക്ലൂഡ് ചെയ്യും. ഈ സം ഇസ് ഈക്വൽ ടു ഏതായി മാറും? 10 എന്നുള്ള വാല്യൂ ആയി മാറും. ബിക്കോസ് ഈ സമ്മിനകത്ത് വാല്യൂ ഒന്നുമില്ല. സോ നമ്മൾ ഈ സം ഇസ് ഈക്വൽ ടു ഈ സം പ്ലസ് നം ചെയ്യുമ്പോഴേക്കും ഈ സമ്മിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? 10 എന്നുള്ള വാല്യൂ ആവും. ഓക്കെ, സോ ഈ സമ്മിൽ വരുന്ന വാല്യൂ എന്താണ്? 10 ആണ്. നമ്മൾ എൽസിലേക്ക് പോവോ? ഇഫ് നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോവില്ല? എൽസ് പോർഷനിലേക്ക് പോവില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ ലൂപ്പിനകത്താണ് നിൽക്കുന്നത്. ലൂപ്പിനകത്തേക്ക് നമ്മൾ റീ എൻട്രി ചെയ്യും. അവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണ്? ഐക്ക് നെക്സ്റ്റ് വാല്യൂ സെറ്റ് ആവും. സോ ഐയുടെ വാല്യൂ എന്തായി മാറും? 1 ആയി മാറും. ഐയുടെ വാല്യൂ 1 ആയിട്ട് നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറും. അവിടെ ഞാൻ എന്ത് ചെയ്യും? ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്പർ ഇൻപുട്ട് ചെയ്യുമ്പോഴേക്ക് സപ്പോസ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ നമ്പിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ആ 3 എന്നുള്ള വാല്യൂ ആയിട്ട് നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറി ലൂപ്പിനകത്ത് നമ്മൾ വാല്യൂ കൊടുത്തു. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? 3 മോഡ് 2 ഈക്വൽസ് 0 ആണെന്ന് നോക്കും. 3 മോഡ് 2 ഈക്വൽ 0 ആണോ? അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഇഫിന് അകത്തേക്ക് വരില്ല. നമ്മൾ എന്തുകൊണ്ട് പോകും? എൽസിലേക്ക് പോകും. എൽസിൽ ചെയ്യുന്ന കാര്യം എന്താണ്? ഓഡ് സം ആണ് സെറ്റ് ആവുന്നത്. സോ ഓഡ് സം ഇസ് ഈക്വൽ ടു ഏത് വാല്യൂ ആവും? നമ്മിലുള്ള വാല്യൂ ആവും. ദാറ്റ് ഇസ് 3. അപ്പോൾ ഓഡ് സമ്മിൻ്റെ വാല്യൂ എന്തായി മാറും? 3 ആയി മാറും. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പിനകത്തേക്ക് നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല. ഇവിടുന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടേക്കായിരിക്കും? ലൂപ്പിനകത്തേക്കായിരിക്കും. ആ ലൂപ്പിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ലൂപ്പിനകത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആവും. ഇപ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരുന്നു. ഇപ്പോൾ 1 ആയി മാറി. നെക്സ്റ്റ് ഐയുടെ വാല്യൂ എന്തായി മാറും? 2 ആയി മാറും. ഐയുടെ വാല്യൂ 2 ആകുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യുവാണ്? അടുത്തൊരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ലൂപ്പിനകത്ത് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നം സെറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മിലേക്ക് ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ 4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തൊട്ടകത്ത് ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യം എന്താണ്? 4 മോഡ് 2 ഈക്വൽസ് 0 ആണെന്ന് ചെക്ക് ചെയ്യും. 4 മോഡ് 2 ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോഴേക്കും എന്താ വർക്ക് ചെയ്യുന്നത്? ഇഫിനകത്തുള്ള ഈ സം ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഓൾറെഡി എന്തുണ്ട്? 10 ഉണ്ട്. ആ 10 പ്ലസ് ഓൾറെഡി ഉള്ള 10 പ്ലസ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഈവൻ നമ്പറായിട്ടുള്ള 4 അതും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര വാല്യൂ ആവും? 14 എന്നുള്ള വാല്യൂ എവിടേക്ക് സ്റ്റോർ ആവും? ഈ സമ്മിലേക്ക് സ്റ്റോർ ചെയ്യും. ഈവൻ സമ്മിലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ എൽസ് പോർഷൻ വർക്ക് ചെയ്യുമോ? ഇഫ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എൽസിലോട്ട് നമ്മൾ നോക്കിയില്ല. നമ്മൾ വീണ്ടും ലൂപ്പിനകത്തേക്ക് ചെല്ലും. ലൂപ്പിനകത്തേക്ക് ചെയ്യുന്ന കാര്യം എന്താണ്? ഐയുടെ വാല്യൂ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഐയുടെ വാല്യൂ 0 ആയി, 1 ആയി, 2 ആയി. ഇനി വരുന്നത് എന്താണ്? 3 ആവും. 3 കൊണ്ട് നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാൻ പറയുവാണ്. സോ ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ നമ്മിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ഇപ്പം നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? ഓൾറെഡി 3 കൊടുത്തായിരുന്നു. ഇനി ഞാൻ 1 ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് നമ്മൾ നേരെ ഇഫ് കണ്ടീഷനിലോട്ട് ചെല്ലും. അവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണ്? 1 മോഡ് 2 ഈക്വൽസ് 0 ആണെന്ന് നോക്കും.
1 mod 2 ഈക്വൽ 0 ആണെന്ന് നോക്കും. 1 mod 2 ഈക്വൽ ടു 0 അല്ല. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോകും? എൽസ് പോർഷനിലേക്ക് പോകും. എൽസ് പോർഷനിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന എന്താണ്? ഓഡ് സം ആണ്. സോ ഓൾറെഡി ഓഡ് സമ്മിനകത്ത് എന്തിരിപ്പുണ്ട്? 3 ഇരിപ്പുണ്ട്. ആ 3 വാല്യൂ പ്ലസ് പുതുതായിട്ട് വന്നിരിക്കുന്ന നമ്മിലുള്ള വാല്യൂ ആയിട്ടുള്ള 1ഉം കൂടെ ആഡ് ചെയ്ത് നമ്മൾ എവിടേക്ക് സ്റ്റോർ ചെയ്യും? ഓഡ് സമ്മിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. സോ ഓഡ് സമ്മിൻ്റെ വാല്യൂ എന്തായി മാറും? 4 ആയി മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് ഓഡ് സമ്മിനകത്ത് ഫൈനലായിട്ടുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മേഷനും ഇരിപ്പുണ്ട്. ഈവൻ സമ്മിനകത്ത് എന്തിരിപ്പുണ്ട്? ഫൈനലായിട്ടുള്ള എല്ലാ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മേറ്റഡ് വാല്യൂയും ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 വാല്യൂസിനെ നമുക്കിനി ഡിസ്പ്ലേ ഔട്ട് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പം നോക്ക്, ഈ ലൂപ്പിനകത്താണ് ഇവരെല്ലാം കിടക്കുന്നത്. ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴെന്ന് പറഞ്ഞാൽ എന്താണ്? 4ൻ്റെ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻറ്റ് കൊടുക്കാം. സോ പ്രിൻറ്റ് എന്ത് കൊടുക്കാം? ഓഡ് സമ്മിൻ്റെ വാല്യൂ ഓഡ് സം ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെ കൊടുക്കുന്നത്? ഓഡ് സമ്മിൻ്റെ വാല്യൂ ഓഡ് സം. ഓക്കെ, കോമ. എനിക്കിനി എന്ത് വേണം? ഈവൻ സം ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് ആരെയായിരിക്കും? ഈവൻ സമ്മിൻ്റെ വാല്യൂ. ഓക്കെ, സോ ഈവൻ സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സം എന്നുള്ള വേരിയബിളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എന്ത് കൊടുത്തു? ഈ സം കൊടുത്തു. അപ്പോൾ ഓഡ് സമ്മും വന്നു, ഈവൻ സമ്മും വന്നു. സോ നമ്മുടെ പ്രോഗ്രാം ഇവിടെ എൻഡ് അപ്പ് ആയി. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഓഡ് സം ആൻഡ് ഈവൻ സം ഫ്രം എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ഗിവൺ ബൈ ദ യൂസർ.